എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നിട്ട് തന്നെ നമ്മൾക്കൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് കൂവ പൊടി വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഹെൽത്തി ആയ ഒരു പുഡിങ്ങും കൂടിയാണ്. വരൂ വീഡിയോയിലേക്ക് പോകാം. ഒരു ഹെൽത്തി പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിനായി നമ്മൾ വറുത്തെടുത്ത ചെറുപയർ പരിപ്പ് ഒരു 20 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം പയർ നന്നായി വെന്ത് കഴിഞ്ഞു കേട്ടോ. ഉടഞ്ഞു പോകണ്ട, വെന്താൽ മതി. ഒരുപാട് അങ്ങനെ കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ പ്രോട്ടീനായി കഴിഞ്ഞു നമ്മളുടെ ചെറുപയർ വെന്തപ്പം. ചെറുപയർ പരിപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാം ശർക്കര, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു പാത്രത്തിൽ എടുത്തിരിക്കുന്ന കണ്ടോ, ഇതൊരു 5 സ്പൂൺ. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ 5 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഒട്ടും കട്ട വരാൻ പാടില്ല. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് ഇളക്കിയെടുക്കാൻ. ഈ ചേരുവ നന്നായി തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി നമുക്കൊന്ന് ഇളക്കണം കേട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ തീ ഒന്നും കൂടി കത്തിച്ച് വേവിച്ചെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം തീ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഈ പുഡിങ് ന്യൂ ഇയറിൽ തയ്യാറാക്കണം. എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാം. പക്ഷേ നമ്മൾ ഈ ന്യൂ ഇയർ തുടങ്ങുമ്പോൾ തന്നെ ഹെൽത്തിയായ ഫുഡ് കഴിച്ച് ശീലിക്കാം. 2026 നമുക്കൊരു നല്ല വർഷമാകാൻ വേണ്ടി എല്ലാവരും എപ്പോഴും ഹെൽത്തി ഫുഡ് ഒന്ന് ശീലമാക്കി നോക്കൂ. വേണ്ട, ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കടുകും ഉഴുന്നുപരിപ്പും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് നന്നായി കടുവറുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് ഇതേപോലെ ചെയ്ത് നോക്കാം. അതും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് മധുരം വേണ്ട, ഷുഗറോ ഒക്കെ ഉള്ളവർക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. എങ്ങനെയായാലും ഈ കൂവരവ് പൊടി നമ്മളുടെ ശരീരത്തിൽ ചേരണം. എപ്പോഴും കൂവരവ് പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി കട്ടയില്ലാതെ ഇളക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒഴിച്ച് തയ്യാറാക്കാൻ. ഇല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ പിന്നെ അത് കട്ടയായിട്ടിരുന്ന് നമുക്ക് നല്ല ടേസ്റ്റും കിട്ടില്ല, കട്ടയായിട്ട് വരും. ഇപ്പോൾ ഒരു ഇത്തിരി ലൂസായിട്ട് ഇങ്ങനെ ഇരുന്നാലും ഒരു അരമണിക്കൂർ ഇതൊക്കെ നന്നായി ആറി കഴിയുമ്പോൾ നല്ല എന്താ പറയുക, ഐസ്ക്രീം പോലെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു ലെവലിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ചൂടാക്കി ഈ ചൂടോടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആറിയതിന് ശേഷം അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് നാളികേരം എന്നിവയിട്ട് നമുക്ക് നന്നായി ചേർത്ത് ഇളക്കാം. എല്ലാം തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മളിതെല്ലാം ഇതിലേക്കിട്ട് ഇളക്കേണ്ടത്. വേണ്ട ഇങ്ങനെ ഹെൽത്തിയായ ഒരു പുഡിംഗ് റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.